ആലപ്പുഴ വള്ളികുന്നം ഗ്രാമത്തിന് ഓണസമ്മാനമായി ഗ്രാമവണ്ടി ഓടിത്തുടങ്ങി. ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ 8.5 ലക്ഷം രൂപ ഉൾപ്പെടുത്തി KSRTCയുമായി ചേർന്നാണ് ഗ്രാമവണ്ടി സർവീസ് ആരംഭിച്ചത്. MS അരുൺകുമാർ MLA ഗ്രാമവണ്ടി ഫ്ളാഗ് ഓഫ് ചെയ്തു. വള്ളികുന്നത്ത് ദീർഘകാലമായുള്ള യാത്രാക്ലേശത്തിന് പരിഹാരമെന്നോണമാണ് ഗ്രാമവണ്ടി ഓട്ടം തുടങ്ങിയത്. ഗ്രാമത്തിലെ മുക്കിലും മൂലയിലുമെല്ലാം ഇനി ഗ്രാമവണ്ടി കടന്നുവരും. ഗ്രാമപഞ്ചായത്തിന്റെ 2025-26 വാർഷിക പദ്ധതിയിൽ 8.5 ലക്ഷം രൂപ ഉൾപ്പെടുത്തി KSRTCയുമായി ചേർന്നാണ് ഗ്രാമവണ്ടി സർവീസ് ആരംഭിച്ചത്. ചൂനാട് ജംഗ്ഷനിൽ നടന്ന ചടങ്ങിൽ വെച്ച് MS അരുൺകുമാർ MLA ഗ്രാമവണ്ടി ഫ്ളാഗ് ഓഫ് ചെയ്തു. നമ്മുടെ ഗവൺമെന്റിന്റെ ഇത്തവണത്തെ ഒരു പ്രധാനപ്പെട്ട തീരുമാനമായിരുന്നു ഈ ഗ്രാമവണ്ടി എന്ന് പറയുന്ന പദ്ധതി. അത്തരമൊരു പദ്ധതി നടപ്പിലാക്കാനുള്ള സാഹചര്യം ഇവിടെ വൈസ് പ്രസിഡന്റും പ്രസിഡന്റും സൂചിപ്പിച്ചു. നമ്മുടെ ഗ്രാമീണ പ്രദേശങ്ങളിൽ പലയിടത്തും പൊതുഗതാഗതത്തിന്റെ ബുദ്ധിമുട്ട് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതും ജനങ്ങൾക്ക് മറ്റൊരു സ്ഥലത്തേക്ക് ആശ്രയിക്കാൻ അവിടേക്ക് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം പലപ്പോഴും ലഭ്യമാകുന്നില്ല എന്നുള്ളത്. അത് കോവിഡിന് ശേഷമാണ് വാഹനങ്ങളിലേക്ക് അധികം ജനങ്ങൾ പോകാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി നമ്മുടെ വീടുകളിൽ മറ്റ് സ്വകാര്യ വാഹനങ്ങൾ കൂടുന്ന സാഹചര്യം, 3-4 വാഹനങ്ങളൊക്കെ ഒരു വീടിലുണ്ടാകുന്ന സാഹചര്യം. പ്രൈവറ്റ് മേഖലയിൽ പോലും എനിക്ക് തോന്നുന്നു സ്വകാര്യ ബസ്സുകൾ ഒരുപാട് റോഡിൽ നിന്ന് പിന്മാറുന്ന സാഹചര്യം. കാരണം സാമ്പത്തിക പ്രയാസം അവരെയും രസിക്കുന്നു. KSRTCയും അതുപോലെയുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ ഇത്തരം പ്രശ്നങ്ങൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് D രോഹിണി അധ്യക്ഷയായിരുന്നു. വൈസ് പ്രസിഡന്റ് N മോഹൻകുമാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ J രവീന്ദ്രനാഥ്, മിനി പ്രഭാകരൻ, റഹിയാനത്ത്, പഞ്ചായത്ത് അംഗങ്ങളായ രാജീവ് കുമാർ, പ്രദീപ് കുമാർ, KSRTC ATO അനിൽകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. MLAയും മറ്റ് ജനപ്രതിനിധികളും നാട്ടുകാരും ആദ്യ യാത്ര നടത്തി. വഴിയോരങ്ങളിൽ പ്രദേശവാസികൾ ഗ്രാമവണ്ടിയെ സ്വീകരിച്ചു. ദിവസവും രാവിലെ 8-ന് ഓച്ചറയിൽ നിന്നും സർവീസ് ആരംഭിച്ച് 9:15-ന് കറ്റാനത്തും അവിടെ നിന്നും 10:15-ന് ചൂനാട്ടും 12:30-ന് മണക്കാട് പള്ളം കാർത്യായനിപുരം ലക്ഷമുക്ക് വഴി 2:30-ന് താമരകുളത്തും എത്തിച്ചേരും. വൈകിട്ട് 5-ന് ഓച്ചറയിൽ സർവീസ് അവസാനിക്കും. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്.